ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭക്ഷണം, ചോറ്, കറി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? പേടിക്കണ്ട, നമ്മളൊരു ഉഗ്ര ഐറ്റം ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ പലവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ്. അത് ആർക്കാണെങ്കിലും, ആൺകുട്ടികളോ പെൺകുട്ടികളോ ചെറിയ കുഞ്ഞു കുട്ടികളോ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി തക്കാളിക്കറി. ഒരു 10-15 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി, അടിപൊളി ഫുഡ് റെഡിയാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ അതാണ് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ യാത്രകളുടെ വീഡിയോ ആണ്, ട്രാവലിംഗ് വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത്. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാവും എല്ലാവർക്കും. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഇടയിൽ എങ്ങനെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തക്കാളിക്കറിയും ചോറും ഉണ്ടാക്കാം. നോക്കട്ടെ എന്താവും എന്നറിയില്ല, എന്നാലും വാ ഒന്ന് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ആദ്യം തന്നെ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ തക്കാളിയും പച്ചമുളകൊക്കെ നമ്മൾ കഴുകി നല്ല വൃത്തിയിൽ നല്ലതായി വെച്ചിട്ടുണ്ട്. ഈ നമുക്ക് ആവശ്യമുള്ള തക്കാളികളും പച്ചമുളകും നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കട്ടിംഗ് ബോർഡ് റെഡിയാണ്, കത്തിയും റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴുകി വെച്ച തക്കാളി നമ്മൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ രീതിയിലാണ് ആ രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ പച്ചമുളകും ആവശ്യത്തിനുള്ള പച്ചമുളകും തക്കാളിയെല്ലാം കട്ട് ചെയ്ത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി നിൽക്കട്ടോ. നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അറിയാലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഓരോ സ്റ്റെപ്പ് വൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക്, അതായത് ഇത്തിരി കടുക് എടുക്കുക. കുറച്ച് ആവശ്യത്തിന് കടുക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചൂടായിരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇടുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം മുറിച്ച് വെച്ചതാണ്, യൂസിലാണിത്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചൂടാക്കിടാം. കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കറിവേപ്പിലേക്ക് എടുക്കില്ലാട്ടോ അതിൽ. അപ്പോൾ കറിവേപ്പില കിട്ടാൻ കുറച്ച് പ്രയാസമായി പോയി, അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ കാണാം. നന്നായി നമ്മൾ ഇളക്കാം, അടി പിടിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത പച്ചമുളക്, നല്ലൊരു മണം വരും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പിന്നെ ഈ പച്ചമുളക് ആ മൂപ്പിക്കുള്ളത് മണം ഉണ്ടാവും, നല്ലൊരു മണമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് നമുക്കൊന്ന് ഹീറ്റൊന്ന് കൂട്ടി കൊടുക്കാം. നമ്മുടെ മുളകൊക്കെ ഒന്ന് നന്നായി വഴറ്റിയിട്ടുണ്ട്, ഒന്ന് മൂത്തതായിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇടാം. തക്കാളിയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്, കാരണം നമ്മൾ തക്കാളി കറിയാണ്. ബാക്കി നിങ്ങൾക്ക് കാണാം, ചോറിൻ്റെ നമ്മൾ എങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഇടാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തക്കാളി മൊത്തം ഒന്ന് ഉടയണം. എന്നിട്ട് വേണം നമുക്കിതിൽ മസാല ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ഇതായിരുന്നു, എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുക, ഹീറ്റൊന്ന് വീണ്ടും കൂട്ടി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെ ചെറിയ ചെറിയ കറികളിലൊക്കെ വാല്യൂ എന്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ഫുഡ് മേടിക്കുന്നതിനേക്കാളും എത്രയോ ഏറെ ലാഭമായിരിക്കും നമ്മൾ ഈ കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മതി, കുറച്ച് മസാല, ഉപ്പ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
പിന്നെ കൂടാതെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ അതിൽ ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായാലും നമുക്ക് സംതൃപ്തിയാവും. അതങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം തക്കാളിയൊക്കെ മൊത്തമായിട്ടൊന്ന് ജസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി നമുക്ക് ചിക്കൻ മസാലയും കൂടി ഇടാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പ് അധികം ആവരുത്. നമുക്കൊന്ന് ചൂടൊന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല. അപ്പോൾ ഇത്തിരി നമ്മൾ ചിക്കൻ മസാല ഇടാൻ പോകട്ടോ. മുളക് പൊടി, ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ, മുളക് പൊടി. കാരണം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പാക്കറ്റ് കാണിക്കുമ്പോൾ പരസ്യമാണ്. പരസ്യമൊന്നുമല്ല. ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഒക്കെ ഇടാം. ഗരം മസാല ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമ്മൾ ലോ ഹീറ്റിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഏകദേശം നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നന്നായി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ആ കടുകൊക്കെ നമ്മൾ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇൻഡക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചോറിട്ടപ്പോൾ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷെ എന്തായാലും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനൊരു പണിയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് അധികം സാധനങ്ങളുടെ ഇടുന്ന ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് നമുക്ക് ഇട്ടിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ചോറിനൊപ്പം കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലിത്തിരി ഗരം മസാലയുടെ കുറവുണ്ട്, കറിവേപ്പിലയുടെ കുറവുണ്ട്. പിന്നെ ബാക്കി ഉപ്പ്, പച്ചമുളക്, ബാക്കി എന്തൊക്കെയൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനി എത്തിക്കാൻ നോക്കും. യാത്രകളുടെ മാത്രമല്ല, ഇവിടെ എല്ലാം എടുക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ആണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.